ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഏകദൈവം എന്നുള്ള വിഷയം ചുരുക്കത്തിൽ പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകത്തക്കവണ്ണം അറിയണം എന്ന് പല ജീവിതങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നത്. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിച്ചാൽ അതിന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതാണ്, എൻ്റെ ദൈവമായ കർത്താവ് ഏകൻ. അതുപോലെ ആവർത്തനത്തിൽ നമ്മൾ പഠിക്കുന്നു, യഹോവ ഏകൻ തന്നെ, ദൈവം ഏകനാണ്. അപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ ചോദ്യം, അപ്പോൾ പിതാവാണ് ദൈവം, സംശയമില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അത് ശരി. രണ്ടാമത് പുത്രൻ എന്ന് പറയുന്നത് ദൈവത്തോട് സമൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവജ്ഞാനമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് സമനായ ദൈവജ്ഞാനമാണ് പുത്രനെന്ന് നമ്മൾ രണ്ടാമത് പഠിക്കുന്നു. മൂന്നാമത് പഠിക്കുന്നത് പരിശുദ്ധാത്മാവ്. അത് ദൈവമാണോ? ദൈവം ആത്മാവാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു പഠനം വന്നപ്പോൾ സാധാരണ മുൻപുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതും ആധികാരികതയുള്ളവരുമായ ആദ്യമുണ്ടായിരുന്ന വിശ്വാസപിതാക്കന്മാർ ഇപ്രകാരം ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനം അതിന് ഉത്തരം പറയുന്നത് ദൈവം ആത്മാവാകും. ദൈവത്തെ ആരാധിക്കുന്നവർ, നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. അപ്പോൾ ദൈവം ആത്മാവാകും. 3 വചനങ്ങൾ നമ്മളിന്ന് ഏറ്റവും പ്രാരംഭമായിട്ട് ആധികാരികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ദൈവത്തെ സംബന്ധിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ, ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അതിൻ്റെ 32-ാം വാക്യത്തിൽ ആ കേട്ടവൻ അത് ഉറപ്പിക്കുന്ന ഭാഗമാണ്. അവൻ പറയുകയാണ്, ശാസ്ത്രി അവനോട്, നന്നു ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. സത്യവേദപുസ്തകത്തിൽ മാനവരാശിക്കുള്ള കൽപ്പനയിൽ ഏറ്റവും പവിത്രമായതും ഏറ്റവും കർശനമായതും ആയ ഒരു കൽപ്പനയാണ് ദൈവം ഏകൻ. ആ ഏക ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് അടുത്ത മറുപടി വേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന വാക്കിതാണ്, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണബോധനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പോൾ വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ കൽപ്പനയാണ് ദൈവ ഏകൻ. ആ ഏക ദൈവമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന ആ 3 ഭാഗങ്ങളിൽ പിതാവായ ദൈവം ആണ് ഏകസത്യ ദൈവം. അടുത്തത് പിന്നെ മറ്റു 2 ഭാഗങ്ങളോ, പുത്രനും പരിശുദ്ധാത്മാവും 2 ഭാഗങ്ങളും എടുക്കുക. ഈ ഭാഗത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു പറയുന്ന വാക്ക് നമുക്ക് ചിന്തിക്കാം.
എൻ്റെ പിതാവ്, യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്തു? അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു വന്നു. ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമമാക്കി. ഇത് ശാസ്ത്രിമാരോ യഹൂദന്മാരോ പറയുന്നതല്ല. ഇത് വേദപുസ്തകത്തിലെ വചനത്തിൻ്റെ പൊരുളാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സമനാണ്. ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് സമനാണ് പുത്രൻ. ആ വാക്യം ഓർത്തുകൊള്ളണം. ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് ദൈവത്തോട് സമമാക്കി. അപ്പോൾ അവിടെ പുത്രൻ ദൈവത്തോട് സമൻ. രണ്ട് കാര്യം കഴിഞ്ഞു. മൂന്നാമത്തത്, കർത്താവായ യേശു ശമരിയക്കാരത്തോട് പറയുന്ന വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവ് ദൈവമാണ്, പുത്രൻ ദൈവത്തോട് സമനാണ്, പിതാവായ ദൈവമേ നമുക്കുള്ളൂ. എങ്ങനെ മനസ്സിലാക്കും? കർത്താനുസ്തോത്രം. അതിന് ഇന്ന് നമുക്ക് ചിന്തിക്കാനൊരു വഴി, എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ, നമ്മുടെ സാധാരണ ബുദ്ധിക്ക്, നമ്മൾ സാധാരണ ജീവിതങ്ങളാണ്. ദൈവം നമ്മെ വിളിച്ചതും ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നതും നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, ഏത് ചെറിയ ബുദ്ധിയുള്ളവനും മനസ്സിലാകത്തക്ക രീതിയിലാണ്. കാരണം ശിശുക്കളുടെയും മുറിവിളിക്കുന്നതിൻ്റെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നതാണ് കർത്താവ്. ശിശുക്കൾക്കത് വെളിപ്പെടുത്തും കർത്താവ്. അത്രമാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കും എന്നുള്ള ചോദ്യത്തിന് നമ്മൾ 3 വചനഭാഗങ്ങൾ വരെ വായിക്കുകയാണ്. ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ നോക്കി, ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോൾ ഹൗവയില്ല, ഹൗവയെ സൃഷ്ടിച്ചിട്ടില്ല. ആദാമിനെ നോക്കിയിട്ട്, അപ്പോൾ ആദാം എന്ന് പറയുന്നത് ഏകനാണ്. ഇനി അടുത്തത്, നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. റോമാലേഖനം 5:17, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അവിടെ യേശുക്രിസ്തു എന്ന മനുഷ്യനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു ഏകനാണ്. അപ്പോൾ 3 പേരുടെയും 3 ഏകനെ നമ്മൾ കാണുകയാണ്. 1 ദൈവം ഏകൻ, 2 ആദാം എന്ന് പറയുന്ന മനുഷ്യൻ ഏകൻ, 3 യേശു എന്ന മനുഷ്യൻ ഏകൻ. ഇതിൽ നമുക്ക് ആദാമിനെയും യേശുവിനെയും നമുക്ക് ആദ്യം ചിന്തിക്കാം. ആദാം എങ്ങനെയാണ് ഏകനായിരിക്കുന്നത്? ഏത് കാര്യത്തിൽ ഏകനായിരിക്കുന്നത്? ആദാമിന് കൈകൾ നോക്കുവാണെങ്കിൽ ഏകമല്ല, 2 കൈയാണ്. കാല് നോക്കുവാണെങ്കിൽ 2 കാലാണ്. കണ്ണ് 2, ചെവി 2, അവയവങ്ങൾ പലതാ. ഏത് കാര്യത്തിലാണ് ഏകം? ഏത് കാര്യത്തിലാണ്? അവന് ഏതെല്ലാം ഭാഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. തെസ്സലോനിക്കർ ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും
അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ത്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ 3 ഭാഗങ്ങൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. 1 ആത്മാവ്, 2 പ്രാണൻ, 3 ദേഹം. ഈ 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഏകൻ തന്നെയാണ്. അപ്പോൾ ഏകൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഏകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പല ഘടകങ്ങളാലാണ് അവൻ ഏകനായിരിക്കുന്നത്. ഇതിൽ ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. യേശുക്രിസ്തു ലോകത്ത് ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ സംശയം വരും. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ ദൈവം കൊണ്ടുവരുമ്പോൾ ഏകദൈവമാണ് കൊണ്ടുവരുന്നത്. ഇസ്രായേലിനാണ് ദൈവം കൽപ്പന കൊടുത്തത്, ഇസ്രായേലെ കേൾക്കാം, നിന്റെ ദൈവമായ കർത്താവ് ഏകകർത്താവ്, ദൈവം ഏകനെന്ന് അവർക്കാണ് ആദ്യം വെളിപ്പെടുത്തിയത്. ഈ ഏകദൈവത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അതിന് നമ്മൾ ഒന്നാമത് ചിന്തിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ അറിയും. അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും അനുഗ്രഹിച്ചിട്ടില്ല. ഒന്നാമത്തെ ഭാഗം അവിടെ നമ്മൾ പഠിക്കുകയാണ്. മനുഷ്യർക്ക് ആത്മാവുണ്ട്. ഈ ആത്മാവ് ഇവിടെ എന്തു വഹിക്കുന്നു? ഒരു മനുഷ്യന് എന്തെല്ലാം അറിവുണ്ടോ ആ അറിവ് മുഴുവനും അവൻ്റെ മനുഷ്യാത്മാവിലുണ്ട്. അപ്പോൾ ഏക മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവനും ഒരു മനുഷ്യാത്മാവുണ്ട്. അവൻ്റെ അറിവ് മുഴുവനും സംഗ്രഹിച്ചിരിക്കുന്നത് അതിനകത്താണ്. ഇതുപോലെ തന്നെ ദൈവം ഏകനെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ അറിവ് മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത്, വഹിക്കുന്നത് ഈ ആത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ്, യേശുക്രിസ്തു എന്ന ഏകന് ആത്മാവുണ്ടോ? ഉണ്ട്. അവന് മനുഷ്യാത്മാവുണ്ട്. അവൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ അവന് ആത്മാവുണ്ട്. ഈ ആത്മാവിൽ അവൻ്റെ അറിവ് മുഴുവനും സംഗ്രഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ 3 ഏകന്മാരുടെ കാര്യം പഠിച്ചു. ഈ 3 ഏകനും അവരവരുടേതായ ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആദാമിൻ്റെ ആത്മാവുണ്ടായിരുന്നു. യേശുവിൻ്റെ ആത്മാവുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തത് ദേഹി അല്ലെങ്കിൽ ഉള്ളം, സോൾ എന്ന് പറയുന്ന ഭാഗം. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ഉപരിയാക്കുന്നതുമായ ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ ദേഹി അല്ലെങ്കിൽ സോള്. പ്രാണനെന്നും ആത്മാവെന്നും ജീവനെന്നും പല സ്ഥലങ്ങളിൽ പലതായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇംഗ്ലീഷിൽ സോളെന്നും മലയാളത്തിൽ ദേഹി എന്നും അതിൻ്റെ ആധികാരിക വാക്ക് അതാണ്. ഇതാണ് അവൻ്റെ ഇതിൽ നിന്ന് എന്തു വരുന്നു? അതിന് കർത്താവിൻ്റെ വചനം പറയുന്നത്, മനുഷ്യൻ്റെ ഉള്ളിൽ ഇച്ഛ, ആഗ്രഹം, നിരൂപണം മുതലായവ ഉദിച്ചു വരുന്ന ഒരു ഭാഗമാണ് ഈ ഉള്ളം. ദുഷ്ടൻ്റെ ഉള്ളം ക്രൂരമത്രേ. ഇതുപോലെ ഒരു ഉള്ളം യേശുവിനുണ്ടായിരുന്നോ? നിശ്ചയമായിട്ടുണ്ടായിരുന്നു. സോളുണ്ടായിരുന്നു. യേശുവിന് സോളുണ്ടായിരുന്നു, ദേഹി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് ദേഹിയുണ്ടോ? സംശയം വേണ്ട. ഇവിടെയാണ് നമ്മുടെ
പഠനത്തിൽ വരുന്ന വ്യത്യാസം. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായലേഖനം 10-ാം അധ്യായമാണ്. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. 2 ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നിരിക്കുന്ന ഭാഗം ഇതാണ്: ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നിങ്ങളിൽ ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും ചെയ്യുന്നത്. സോളം ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൻ്റെ ഇച്ഛ. ദൈവത്തിന് സോളുണ്ട്. ആദാമിന് മനുഷ്യന് സോളുണ്ട്, ദേഹിയുണ്ട്, ഉള്ളമുണ്ട്. യേശുക്രിസ്തുവിനോ നിശ്ചയമായിട്ടുമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉള്ളം, മനുഷ്യൻ്റെ ഉള്ളം, ദൈവത്തിൻ്റെ ഉള്ളം. ഇത് പഠിക്കുമ്പോൾ ഒരു പഠനം ശരിയല്ലാത്തൊരു പഠനമുണ്ട്. ദൈവത്തിൻ്റെ ഉള്ളവും യേശുക്രിസ്തുവിൻ്റെ ഉള്ളവും ഒന്നാണ്. അങ്ങനെയാണോ? കർത്താവ് പറഞ്ഞു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഈ 2 ഇഷ്ടവും പുറപ്പെട്ടു വന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം പുറപ്പെട്ടു വരുന്നത് ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന്, മനുഷ്യൻ്റെ ഉള്ളം പുറപ്പെട്ടു വരുന്നത് മനുഷ്യൻ്റെ ഉള്ളത്തിൽ നിന്ന്, മനുഷ്യൻ്റെ ഇഷ്ടം പുറപ്പെട്ടു വരുന്നത് മനുഷ്യൻ്റെ ഉള്ളത്തിൽ നിന്ന്. അപ്പോൾ ഈ മൂന്ന് സോളും 3 ദേഹിയും 3 ഏതൊക്കെ? ദൈവത്തിൻ്റെ, മനുഷ്യൻ്റെ, യേശു എന്ന മനുഷ്യൻ്റെ. ഇത് 3 അപ്പോൾ ഈ 3 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് ആത്മാവ് 2ാമത്തെ ഘടകമാണ്. ദേഹി അല്ലെങ്കിൽ ഉള്ളം, അത് ദൈവത്തിനുണ്ട്, ആദാമിനുണ്ട്, യേശുവിനുണ്ട്. അപ്പോൾ ഈ 2 ഘടകങ്ങളും ഏകനിലുള്ളതാണെന്ന് ഓർക്കണം. ഈ ഏക ദൈവത്തിൽ നിന്നല്ല പറയണേ, ഏക വ്യക്തിയിൽ ഉള്ള 2ാമത്തെ ഭാഗമാണത്. 3ാമത് ഒരു ഭാഗം ദേഹം. യേശുവിന് മുൻപുള്ള ചരിത്രം നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. യേശുവിന് മുൻപുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചാലേ സംശയമില്ലാതിരിക്കുകയുള്ളൂ. എന്നിട്ട് വേണം യേശുവിൻ്റെ ചരിത്രം പഠിക്കാൻ. യേശുവിന് മുൻപ് മനുഷ്യന് ആത്മാവുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു, അത് ദൈവത്തിനുണ്ടായിരുന്നു. ഉള്ളമുണ്ടായിരുന്നു അല്ലെങ്കിൽ ദേഹി ഉണ്ടായിരുന്നു മനുഷ്യന്, ദൈവത്തിനുണ്ടായിരുന്നു. എന്നാൽ ദേഹം മനുഷ്യനുണ്ടായിരുന്നു, ദൈവത്തിനതില്ല. ദേഹം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ 3 ഘടകങ്ങളിൽ 3ാമത്തെ ഘടകം ശരീരം എന്ന ഘടകം മനുഷ്യന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 ഘടകം മനുഷ്യന്, 2 ഘടകം ദൈവത്തിന്. ഇനി 4ാമതൊരു ഘടകം. 4ാമത്തെ ഘടകത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യന് പ്രവൃത്തി ചെയ്യണമെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ അവൻ പ്രവർത്തിക്കുമോ? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ദേഹിയും ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ പറ്റുമോ? അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ പുതുതായിട്ടൊരു ടീച്ചർ വന്ന് ചിത്രം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അവർ പറഞ്ഞ് എല്ലാവരും ഒരു വൃക്ഷത്തിൻ്റെ പടം വരയ്ക്കും. വൃക്ഷത്തിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉത്സാഹിച്ച് പടം വരയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഒരു കുട്ടിക്കത് അറിയില്ല. അവനിത് ഒരു കാരണവശാലും അവന് മനസ്സിൽ വന്നിട്ടുണ്ട് വരയ്ക്കാനായിട്ട്. അവന് സങ്കടമായി. ടീച്ചർ വന്ന് ആശ്വസിപ്പിച്ച്, നീ പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചുതരാം. അവനെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച് വരയ്ക്കേണ്ട വിധങ്ങളും ഇലകളും അതിൻ്റെ വേരും
അത് മണ്ണിൽ നിൽക്കുന്നതും അതിൻ്റെ ഉയരവും അതേ വൃക്ഷത്തിൻ്റെ ഇനവും എല്ലാം പറഞ്ഞ് വ്യക്തമായിട്ട് ഒരു ചിത്രം പഠിപ്പിച്ച്. അത് പരീക്ഷയ്ക്ക് വന്നപ്പോഴേക്കും എല്ലാവരും ചിത്രം വരയ്ക്കണം. വരച്ചപ്പോഴേക്കും ഒരു ഒലിവ് വൃക്ഷത്തിൽ ഫലമുണ്ടായി കിടക്കണമെന്നൊരു പടം വ്യക്തമായിട്ട് ഈ കുട്ടി വരച്ച്. അധ്യാപകൻ അവനെ അഭിനന്ദിച്ച്, കൊള്ളാം. അന്ന് അവൻ അറിയില്ലായിരുന്നു, ഇന്നറിയാം. അപ്പോൾ ഈ വരയ്ക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലായിരുന്നു. അത് വരയ്ക്കാനുള്ള അറിവില്ലായിരുന്നു, ജ്ഞാനമില്ലായിരുന്നു. അവൻ വരച്ചപ്പോൾ ഈ വരച്ചത് ആരെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അവൻ്റെ ഉള്ളം, അവൻ്റെ ആത്മാവ്, അവൻ്റെ ശരീരം, അവൻ്റെ 3 കാര്യങ്ങൾ കൂടാതെ നാലാമതൊരു കാര്യം കൂടെ അവനുണ്ടായി. അതാണ് ജ്ഞാനം, പഠനം. അത് പഠനത്തിലുണ്ടായതാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഗർഭത്തിൽ വെച്ചേ ഉണ്ട്. ഇവിടുന്ന് ജനിച്ച് വീഴുമ്പോഴേ ഉണ്ട്. അവൻ എന്തിനുള്ള? അവൻ ആ ശരീരം കൊണ്ട് പ്രവൃത്തിപഥത്തിലേക്ക് നീങ്ങണമെങ്കിൽ അവന് വളർന്നു വരേണ്ടതാണ് ബുദ്ധിമനുഷ്യൻ, അല്ലെങ്കിൽ ജ്ഞാനം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതുപോലെ തന്നെ ദൈവം ഈ ലോകത്തെ പ്രവർത്തിക്കാൻ അവൻ്റെ ഉള്ളം കൊണ്ടും അവൻ്റെ ആത്മാവ് കൊണ്ടും മാത്രം സാധിക്കില്ല. അവന് അത് ചെയ്യാനുള്ള ജ്ഞാനം ഉളവാക്കണം. ജ്ഞാനം അധ്യാപകൻ പഠിപ്പിക്കുന്ന പോലെയല്ല, പിന്നെയോ സ്വയമായിട്ട് ജ്ഞാനം ഉളവാക്കണം. ഇങ്ങനെ ദൈവം ഉളവാക്കിയതാണ് ദൈവജ്ഞാനമായ ക്രിസ്തു. ഇങ്ങനെ ഉളവാക്കിയതാണ് ദൈവജ്ഞാനമായ ക്രിസ്തു. ദൈവജ്ഞാനമായ ക്രിസ്തുവിനെ അവൻ്റെ ഹൃദയത്തിൽ ഉളവാക്കി തുടർന്ന് ലോകത്തെ സൃഷ്ടിച്ച്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ വൃക്ഷം വരയ്ക്കാനായിട്ട് ആ കുട്ടി വരച്ചപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവൻ്റെ ശരീരം കൊണ്ടാണ് വരച്ചത്, കൈ കൊണ്ടാണ് വരച്ചത്. ആ ശരീരത്തിന് ജീവൻ കൊടുത്തത് ജീവാത്മാവാണ്. ആത്മാവുണ്ടായിരുന്നു. അറിവ് മുഴുവനും ആത്മാവിൽ കുടികൊണ്ടിരുന്നു. അതിന് ആഗ്രഹം ഉളവായി വന്നത് ഉള്ളത്തിൽ നിന്നാണ്. അപ്പോൾ ആ കുട്ടി അവൻ്റെ ദേഹം, ആത്മാവ് മാത്രമല്ല ജ്ഞാനവും കൂടി ഉപയോഗിച്ചാണ് ഈ പടം വരച്ചത്. ഇതുപോലെ തന്നെ ദൈവം ഉള്ളത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഉളവാക്കിയ ജ്ഞാനം, അതാണ് ദൈവപുത്രനായ ക്രിസ്തു. ഈ ക്രിസ്തു മുഖാന്തരം അവൻ സകലത്തെയും സൃഷ്ടിച്ചു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഒരാൾ അറിവില്ലാത്തവൻ അറിവ് പ്രാപിച്ച് എഴുതുമ്പോൾ കൈ ചലിക്കുന്നതോടുകൂടി അവൻ്റെ അറിവ് വ്യാപരിക്കുന്ന പോലെ ദൈവം ഈ സകലത്തെയും സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയോടുകൂടി ദൈവജ്ഞാനമായ ക്രിസ്തുവിൻ്റെ സ്വാധീനം അവിടെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും ഏകനാണ് താൻ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 4 ഘടകങ്ങൾ കൂടിയതിന് ശേഷം 4 ഘടകങ്ങൾ കൂടിയതാണ് ഒരാളാണ് ഈ പടം വരച്ചതെന്ന് പറയുമോ? സ്കൂളിലെ കുട്ടിയോട്, കുട്ടി ഈ പടം വരച്ചത് 4 ഘടകങ്ങളോട് കൂടിയാണ് വരച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വരച്ചത് ആ കുട്ടിയാണ്, ഏകനാണ് വരച്ചത്. സാറിൻ്റെ സഹായം പോലും ഇല്ലായിരുന്നു. പഠിപ്പിക്കാൻ സാറിൻ്റെ സഹായം ഉണ്ടായിരുന്നു, കൂട്ടുകാരും ഇല്ലായിരുന്നു. അവൻ ഏകനായിട്ട് ആ പടം വരച്ചു. ദൈവം ഏകനായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അയ്യോ, അതിന് അങ്ങനെ പറഞ്ഞേ. ദൈവം ഏകനായിട്ട് സൃഷ്ടിക്കുന്നത് എങ്ങനെയാ?
അവൻ്റെ ദേഹിയിലായിരുന്നോ? ഉണ്ട്. അവൻ്റെ ആത്മാവുണ്ടായിരുന്നോ? ഉണ്ട്. അവൻ്റെ ജ്ഞാനം ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഇതല്ലേ? അതെ. ഇത് മൂന്നും കൂടിയല്ലേ സൃഷ്ടിച്ചേ? അതെ. അതാണ് ഒരു വ്യക്തി. അതാണ് ഒരു വ്യക്തി. ഇവിടെ ഈ പടം വരച്ചത് ആരാ? അവിടെ 3 4 കണ്ടല്ലോ. എന്നിട്ട് അവനെ 4 നല്ല പറയണേ. 4 നല്ല പറയണേ. ഏകനെന്നാണ് പറയുന്നത്. വ്യക്തിത്വം എങ്ങനെ ഉരുവാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളം അവന് ആവശ്യമാണ്. ജ്ഞാനം ഉൾക്കൊള്ളുന്ന ആത്മാവ് അവന് ആവശ്യമാണ്. ജ്ഞാനം ആവശ്യമാണ്. അതിനാൽ അവൻ പ്രവർത്തിക്കുന്നു. ആ ഏകത്വം തന്നെയാണ് മനുഷ്യനിലും. ആ ഏകത്വം തന്നെയാണ് യേശുക്രിസ്തുവിലും. ഇതും അതുമായിട്ട് കൂട്ടിയിണക്കേണ്ട കാര്യമില്ല. ഏത്? ദൈവവും യേശുക്രിസ്തുവിൻ്റെ ശരീരഭാഗങ്ങളും തമ്മിൽ കൂട്ടിയിണക്കേണ്ട കാര്യമില്ല. യേശുക്രിസ്തു ജനിച്ചിട്ട് 2000 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പും അവൻ ഏകനാണ്. അതിനു മുമ്പും അവനിൽ ഉള്ളമുണ്ട്, ദേഹിയുണ്ട്. അതിനു മുമ്പും അവനിൽ ആത്മാവുണ്ട്. അതിനു മുമ്പും അവനിൽ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന് അന്നുണ്ടായിരുന്ന ഒരു രൂപമുണ്ട്. അതാണ് വിസിബിൾ ഫോം ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. അതാണ് ഈ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ. ഇത് രണ്ടും മാറിപ്പോകുന്നതാണ് മനുഷ്യർക്ക് തെറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഭാഗങ്ങൾ ആദ്യം വായിച്ചു കേട്ടത് പ്രകാരമാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ദൈവത്തോട് സമനായ പുത്രൻ ദൈവത്തോട് സമനാണ്. ദൈവം ആത്മാവാകുന്നു. അതെ. ഒരാളുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് ആ ആൾ അതാണെന്ന് പറയാൻ പാടില്ലേ? ഒരാൾ ജ്ഞാനപൂർവം ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇത് വരച്ചത് ജ്ഞാനമാണോ ആ വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ പടം വരച്ചത് ആ കുട്ടിയാണോ ആ കുട്ടിയുടെ ജ്ഞാനമാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ കുട്ടിയുടെ ഭാഗം തന്നെയാണ് ജ്ഞാനം. അപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കുന്നു. ഈ ജ്ഞാനം വരുന്നതിന് മുമ്പ് ഈ കുട്ടി അപൂർണനായിരുന്നോ? ഈ ജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി അപൂർണനായി. ഇപ്പോൾ ഈ ജ്ഞാനം കുട്ടിയുടെ തന്നെയാണല്ലോ, അത് കുട്ടിയുടെ ഭാഗം തന്നെയാണല്ലോ. അതെ. ആ പുത്രൻ ദൈവത്തോട് സമനാണല്ലോ. അതെ. ഈ ജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പ് കുട്ടി അപൂർണനായിരുന്നോ? അല്ല. എവിടെ അപൂർണത വരുന്നതെന്നറിയോ? ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനത്തെ കൂടാതെ കുട്ടിയെ കാണാൻ പറ്റില്ല. അതായത് സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രനായ ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെ കാണാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ഇച്ഛ അവൻ്റെ ആത്മാവിൽ ജ്ഞാനമായി വെളിപ്പെട്ടു വന്ന് ക്രിയയായി തീർന്നാണ് ഈ സൃഷ്ടിക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ആദ്യ ജ്ഞാനത്തിൽ കിടന്ന് ആത്മാവിൽ ചെന്ന് ദൈവത്തിൻ്റെ ദേഹിയിൽ ഉള്ളത്തിൽ ഇല്ലാതായി തീരും. അതാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇത് അവൻ്റെ ഭാഗം തന്നെ. പിതാവായ ദൈവം എന്ന് പറയുന്ന ഏകനെ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ആ ഏകനിൽ ഇത് 3 ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ദേഹം, ആത്മാവ്, ജ്ഞാനം എന്നീ പറയുന്ന 3 ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവജ്ഞാനമായ ക്രിസ്തു, ദൈവത്തിൻ്റെ ഉള്ളം. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ഏകമായിരിക്കുന്നതാണ് ദൈവം. അതേപോലെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച ഏകനായ ആദം. ഇതുപോലെ തന്നെയാണ് ഏകനായി ഈ ലോകത്തിലേക്ക് രക്ഷിതാവായി തീർന്ന യേശുക്രിസ്തു. ഇത് ഗ്രഹിച്ചാൽ നമ്മുടെ സംശയത്തിൻ്റെ കാതലായ ഭാഗത്തിന് മാറ്റം വരും. തുടർന്നുണ്ട് ഇതിനെക്കുറിച്ച് സംശയമുള്ള പല ഭാഗങ്ങളും ഇനിയും തുറന്ന് ചിന്തിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് സഹിഷ്ണുതയോടെ ചിന്തിച്ച് ക്ഷമയോടെ നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.